ഭാരതത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയുടെ ചരിത്രത്തിലെ ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ആഭ്യന്തര വകുപ്പിലെ മുൻ അണ്ടർ സെക്രട്ടറിയായ RVS മണി നടത്തിയിരിക്കുന്നത്. സ്മിത പ്രകാശ് എന്ന മാധ്യമപ്രവർത്തകയ്ക്കൊപ്പമുള്ള പോഡ്കാസ്റ്റിൽ നടത്തിയ ഈ വെളിപ്പെടുത്തൽ നാളിതുവരെ കേട്ട ഔദ്യോഗിക ആഖ്യാനങ്ങൾക്ക് പിന്നിൽ അധികാര ഇടനാഴികളിൽ നടന്ന കടുത്ത അട്ടിമറികളുടെയും ഗൂഢാലോചനകളുടെയും ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. സത്യത്തിനു വേണ്ടി മാത്രം നിലകൊള്ളുകയും അതിൻ്റെ പേരിൽ സ്വന്തം ജീവിതം തന്നെ ഹോമിക്കേണ്ടി വരികയും ചെയ്ത ഒരു ഉദ്യോഗസ്ഥനാണ് RVS മണി. അദ്ദേഹം അഭിമുഖത്തിൽ പറഞ്ഞത് കേവലം ഒരു ഉദ്യോഗസ്ഥൻ്റെ വാക്കുകളല്ല, മറിച്ച് രാജ്യത്തെ തകർക്കാൻ ശ്രമിച്ച ഒരു വലിയ മാഫിയ ശൃംഖലയുടെ തുറന്നുകാട്ടലാണ്. ഔദ്യോഗിക വസ്തുതകളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ വിസമ്മതിച്ചതിൻ്റെ പേരിൽ അദ്ദേഹം അനുഭവിച്ച വ്യക്തിപരമായ മാനസിക ആഘാതങ്ങൾ സങ്കല്പിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. 2013 ഡിസംബർ മുതൽ 2014 ജനുവരി വരെ നീണ്ടുനിന്ന കടുത്ത ചോദ്യം ചെയ്യലുകൾക്കിടയിൽ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ആരോഗ്യം അതിവേഗം ക്ഷയിക്കുകയും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവർ മരണപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പിതാവ് ഈ വിയോഗത്തിൻ്റെ ആഘാതത്തിൽ മാസങ്ങളോളം ചലനമറ്റ അവസ്ഥയിലാവുകയും ഒടുവിൽ 2015 അന്തരിക്കുകയും ചെയ്തു. സത്യസന്ധതയ്ക്ക് ഒരു ഉദ്യോഗസ്ഥനും അദ്ദേഹത്തിൻ്റെ കുടുംബവും നൽകേണ്ടി വന്ന വിലയായിരുന്നു ഇത്. ഭരണകൂടത്തിൻ്റെ രാഷ്ട്രീയം തങ്ങളുടെ അജണ്ടകൾ നടപ്പാക്കാൻ ലക്ഷ്യമിട്ടപ്പോൾ അത് മറ്റുള്ളവരുടെ ജീവിതങ്ങളെയും ക്രൂരമായി തകർത്ത് കളഞ്ഞു എന്നതിൻ്റെ ഒരു ചരിത്രമാണിത്. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മാലേഗാവ് സ്ഫോടന കേസ്. സേവനത്തിലുള്ള ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായ ഔദ്യോഗിക നടപടിക്രമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ 34-കാരനായ ഒരു മിലിറ്ററി ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥൻ ലഫ്റ്റനന്റ് കേണൽ ശ്രീകാന്ത് പുരോഹിതിനെ രഹസ്യമായി തടങ്കലിലാക്കിയത്. തീരദേശ കർണാടകയിലെ തീവ്ര ഇസ്ലാമിക ഗ്രൂപ്പുകളെ കൃത്യമായി നിരീക്ഷിക്കുകയും ഭീകരവിരുദ്ധ സ്ക്വാഡ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുകയും ചെയ്തതിലൂടെ ചില ഉന്നതരുടെ മർമ്മങ്ങളിൽ തൊട്ട ഒരു പ്രതിഭാശാലിയായ ഉദ്യോഗസ്ഥനായിരുന്നു ശ്രീകാന്ത് പുരോഹിത്. കരിയറിൽ അദ്ദേഹം ഉയരങ്ങളിലേക്ക് പോകുന്നത് തടയാൻ പാകിസ്ഥാൻ ആഗ്രഹിച്ചിരുന്നതായും അതിന് അനുകൂലമായ സാഹചര്യം ഇവിടെ ഒരുങ്ങുകയായിരുന്നുവെന്നും RVS മണി വ്യക്തമാക്കുന്നു. എന്തൊരു ഗുരുതരമായ ആരോപണം! പുരോഹിതും സാധ്വി പ്രജ്ഞാസിംഗും ഒരു ദിവസത്തിൽ 24 മണിക്കൂറും നീണ്ടുനിന്ന അതിക്രൂരമായ മൂന്നാം മുറ പീഡനങ്ങൾക്ക് ഇരയായി. ഈ അതിക്രമങ്ങൾ സാധ്വി പ്രജ്ഞാസിംഗിൻ്റെ കൈകാലുകൾ തളരുന്നതിനും കാഴ്ചശക്തി നഷ്ടപ്പെടുന്നതിനും കാരണമായി. സംസ്ഥാനത്തിൻ്റെയോ കേന്ദ്ര പ്രതിരോധ വകുപ്പിൻ്റെയോ പരിധിയിൽ ഉള്ളതാണെന്ന് വ്യക്തമാക്കി ഈ കേസുകളെല്ലാം ആഭ്യന്തര വകുപ്പിൽ നിന്ന് എടുത്തുമാറ്റി. മാത്രമല്ല, അന്നത്തെ ആഭ്യന്തരമന്ത്രി ശിവരാജ് പാട്ടീലിൻ്റെ ഓഫീസിൽ സോഫയിലിരുന്ന് കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് ആണെന്നും RVS മണി ഈ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നു. പിൽക്കാലത്ത് മുംബൈ ആക്രമണം നടത്തിയത് RSS ആണെന്ന് പറയുന്ന ഒരു പുസ്തകം പ്രകാശനം ചെയ്തത് ഈ ദിഗ്വിജയ് സിംഗ് ആയിരുന്നു എന്നതും ഇതിനൊപ്പം കൂട്ടി വായിക്കേണ്ടതാണ്. ഹിന്ദു ഭീകരത എന്ന പ്രയോഗം കൃത്രിമമായി ചമച്ചുണ്ടാക്കാനുള്ള രാഷ്ട്രീയ ശ്രമങ്ങൾ 2006 ജൂൺ മുതൽ തന്നെ ആരംഭിച്ചിരുന്നു എന്നാണ് RVS മണി വ്യക്തമാക്കുന്നത്. അന്ന് ഹിന്ദു ഭീകരതയുമായി ബന്ധപ്പെട്ട കേസുകൾ ഫയലുകളിൽ നിന്ന് എങ്ങനെയെങ്കിലും കണ്ടെത്താൻ രാഷ്ട്രീയക്കാർ മണിയുടെ മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തിയെങ്കിലും അങ്ങനെയൊന്ന് നിലവിലില്ലെന്ന് അദ്ദേഹം അസന്നിഗ്ധമായി വ്യക്തമാക്കിയിരുന്നു. അക്കാലത്ത് ഇസ്ലാമാബാദിൽ ആഭ്യന്തര സെക്രട്ടറി തല ചർച്ചകൾ നടക്കുന്നതിനിടെ RSS ആസ്ഥാനത്തുണ്ടായ ഭീകരാക്രമണത്തിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെ പ്രതിരോധിക്കാനും ഭീകരതയ്ക്ക് മതരഹിത മുഖം നൽകാനും വേണ്ടി ഭരണകക്ഷിയായ കോൺഗ്രസ് മനഃപൂർവ്വം ഹിന്ദു ഭീകരത എന്ന ആഖ്യാനം ശക്തമായി പ്രചരിപ്പിക്കുകയായിരുന്നുവെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. ഹിന്ദു ഭീകരതയെന്ന് ചൂണ്ടിക്കാട്ടാൻ സംഝോത എക്സ്പ്രസ് സ്ഫോടനത്തിലും മാലേഗാവ് സ്ഫോടനത്തിലും കേസ് അട്ടിമറിക്കുകയായിരുന്നെന്നും RVS മണി തുറന്നടിക്കുന്നു. സംഝോത സ്ഫോടനം നടത്തുന്നതിനായി കറാച്ചിയിലെ സംഘടിത കുറ്റകൃത്യ സിൻഡിക്കേറ്റ് നേതാവ് ആരിഫ് കസ്മാനിയുമായി ISI കരാറിലേർപ്പെട്ടിരുന്നു. എന്നാൽ ഇതൊരു ഹിന്ദു ഭീകരാക്രമണമാണെന്ന് ഇന്ത്യൻ സർക്കാർ പറഞ്ഞപ്പോൾ അത് കസ്മാനിക്കുള്ള പണം തടഞ്ഞു വെക്കാൻ ISI ഉപയോഗിച്ചു. ഇതേ തുടർന്ന് അസംതൃപ്തനായ ഭീകരൻ
പണം വാങ്ങിയെടുക്കാൻ താൻ തന്നെയാണ് ഇത് ചെയ്തതെന്ന് വ്യക്തമായി റിപ്പോർട്ട് ചെയ്യാൻ US മാധ്യമങ്ങളിൽ സ്വാധീനം ചെലുത്തുക പോലുമുണ്ടായി. പക്ഷേ ഇതൊന്നും പിന്നീടുള്ള അന്വേഷണത്തിൽ കേന്ദ്ര സർക്കാരോ അന്വേഷണം ചെയ്ത ഉദ്യോഗസ്ഥരോ പറഞ്ഞിട്ടില്ലെന്ന് RVS മണി ഇൻ്റർവ്യൂവിൽ പറയുന്നു. തീർന്നിട്ടില്ല. ഈ ഗൂഢാലോചനയുടെ ഏറ്റവും ഭീകരമായ മുഖം വെളിപ്പെടുന്നത് 2008 നവംബർ 26 മുംബൈയിൽ നടന്ന ഭീകരാക്രമണത്തിലാണ്. ISIയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളിലെ ചില ഘടകങ്ങളും തമ്മിലുള്ള അതീവ ആസൂത്രിതമായ ഒരു ഒത്തുകളിയായാണ് RVS മണി ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഔദ്യോഗിക പാർലമെൻ്ററി പ്രസ്താവനകൾ പ്രകാരം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും നാവികസേനയും സംശയാസ്പദമായ പാകിസ്ഥാൻ കപ്പൽ കണ്ടെത്തിയിരുന്നുവെങ്കിലും വിശദീകരിക്കാനാകാത്ത കാരണങ്ങളാൽ നിരീക്ഷണം ഉപേക്ഷിക്കാൻ അവർക്ക് മുകളിൽ നിന്ന് നിർദ്ദേശം ലഭിക്കുകയായിരുന്നു അത്രേ. ആക്രമണം ആരംഭിച്ചപ്പോൾ അന്നത്തെ ആഭ്യന്തരമന്ത്രി ശിവരാജ് പാട്ടീൽ വിമാനത്താവളത്തിൽ കാത്തുനിന്നതിലൂടെ NSG കമാൻഡോകളുടെ വിന്യാസം ഏതാണ്ട് 10 മണിക്കൂറോളമാണ് വൈകിയത്. ഇന്ത്യക്കുള്ളിൽ നിന്നുള്ള ശക്തമായ ഒരു സഹായമില്ലാതെ ഭീകരർക്ക് മുംബൈയിലെ തിരക്കേറിയ സായാഹ്ന കടൽ ഗതാഗതം മറികടക്കാനോ പ്രാദേശിക കറൻസി സമ്പാദിക്കാനോ ഷബാദ് ഹൗസ് പോലുള്ള സ്ഥാനങ്ങളിലേക്കുള്ള റൂട്ടുകൾ കൃത്യമായി കണ്ടെത്താനോ കഴിയില്ലെന്ന് മണി അടിവരയിട്ട് പറയുന്നു. കുറ്റം പ്രാദേശിക ഹിന്ദു തീവ്രവാദികളുടെ മേൽ ചുമത്തപ്പെടുന്നുവെന്ന് ഉറപ്പാക്കാൻ ഭീകരർ അജ്മൽ കസബിൻ്റെ കൈത്തണ്ടയിൽ ഒരു വിശുദ്ധ ചുവന്ന നൂൽ കെട്ടിയിരുന്നു. അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ തുക്കാറാം ഓംബ്ലെ സ്വന്തം ജീവൻ ബലി നൽകി കസബിനെ ജീവനോടെ പിടികൂടുന്നതുവരെ ഈ വലിയ തിരക്കഥ ഏതാണ്ട് വിജയിച്ച മട്ടിലായിരുന്നു. എന്നാൽ തുക്കാറാം ഓംബ്ലെ എന്ന ധീരനായ പോലീസുകാരൻ ശരീരം തുളഞ്ഞപ്പോൾ പോലും കസബിൻ്റെ മുകളിലുള്ള പിടി വിട്ടില്ല. അങ്ങനെയാണ് കസബിനെ കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞതും മുംബൈ ആക്രമണത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തിയതും. 2008 ഡിസംബർ 30 ഡൽഹിയിൽ വെച്ച് ബൈക്കുകളിലെത്തിയ 4 അംഗ സംഘം മണിയെ പിന്തുടരുകയും തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്തു. കസബിൻ്റെ പാകിസ്ഥാൻ സ്വത്വം ശാശ്വതമായി മറച്ചുവെക്കാനും ആഗോളതലത്തിൽ ഹിന്ദു ഭീകരത എന്ന മിഥ്യ ഉറപ്പിക്കാനും വേണ്ടി മണിയെ തട്ടിക്കൊണ്ടുപോയി കസബിന് പകരം കൈമാറാനുള്ള ISI ബന്ധമുള്ള ഗൂഢാലോചനയായിരുന്നു അതെന്ന് ഒരു ഇൻ്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥൻ പിന്നീട് സ്ഥിരീകരിക്കുകയുണ്ടായെന്ന അതീവ ഗുരുതരമായ വെളിപ്പെടുത്തലും RVS മണി അഭിമുഖത്തിൽ നടത്തുന്നുണ്ട്. ഔദ്യോഗിക രേഖകൾ തിരുത്തി എഴുതുന്ന ഈ രീതി ഇസ്രത് ജഹാൻ കേസിലും വളരെ വ്യക്തമായി പ്രകടമായിരുന്നു അത്രേ. നരേന്ദ്രമോദിയെയും അമിത്ഷായെയും വധിക്കാനയച്ച ലഷ്കർ-ഇ തോയ്ബ പ്രവർത്തകരായിരുന്നു ഇസ്രത് ജഹാൻ എന്ന് സ്ഥിരീകരിക്കുന്ന ആദ്യത്തെ സർക്കാർ സത്യവാങ്മൂലം ഇൻ്റലിജൻസ് ബ്യൂറോയുടെയും US എംബസിയുടെയും വിവരങ്ങളെയാണ് പ്രധാനമായും ആശ്രയിച്ചിരുന്നത്. എന്നാൽ അമേരിക്കൻ സന്ദർശനം കഴിഞ്ഞെത്തിയ അന്നത്തെ ആഭ്യന്തരമന്ത്രി P. ചിദംബരം ഫയൽ പിടിച്ചെടുത്തു. ആഭ്യന്തര സെക്രട്ടറി GK പിള്ളയുടെയും മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും എതിർപ്പുകളെ പൂർണ്ണമായും അവഗണിച്ച് ഭീകരബന്ധം നീക്കം ചെയ്തുകൊണ്ട് ഏകപക്ഷീയമായി ഒരു സപ്ലിമെൻ്ററി സത്യവാങ്മൂലം തയ്യാറാക്കുകയും ചെയ്തു. തുടർന്നുണ്ടായ അന്വേഷണത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥനായ സതീഷ് വർമ്മ RVS മണിയെ ക്രൂരമായി ചോദ്യം ചെയ്യുകയും മോദിക്കും ഷായ്ക്കുമെതിരെ വ്യാജ മൊഴി നൽകാൻ നിർബന്ധിക്കുകയും ചെയ്തു. ചോദ്യം ചെയ്യലിനിടയിൽ അദ്ദേഹത്തിൻ്റെ തുടയിൽ സിഗരറ്റ് വെച്ച് പൊള്ളിക്കുക പോലും ചെയ്തു. ഇന്ത്യക്കുള്ളിലെ ഭീകരപ്രവർത്തനങ്ങളെ നിലനിർത്തിയ സാമ്പത്തിക സ്രോതസ്സുകൾ, മയക്കുമരുന്ന് കച്ചവടം, വൻതോതിലുള്ള കള്ളപ്പണ ശൃംഖലകൾ എന്നിവയാണ്. പെഷവാറിലും കറാച്ചിയിലുമുള്ള ജാവേദ് ഖനാനിയുടെ വൻകിട കേന്ദ്രങ്ങളിലായിരുന്നു ഈ ഇന്ത്യൻ കള്ളനോട്ടുകൾ അച്ചടിച്ചിരുന്നത്. അബ്ദുൽ ബാസിത്തിനെ പോലുള്ള കൗൺസിലർമാർ ഏകോപിപ്പിച്ച പാകിസ്ഥാൻ നയതന്ത്ര ബാഗുകളിലൂടെയും ഡൽഹിയിലെ പ്രത്യേക ഫാം ഹൗസ് പാർട്ടികളിലൂടെയും ഈ അനധികൃത കറൻസി വർഷങ്ങളോളം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ താറുമാറാക്കി. അതേസമയം കറൻസി അച്ചടി പ്രക്രിയ സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് ശിലാദിത്യ ബാനർജി തയ്യാറാക്കിയ ധനമന്ത്രാലയത്തിൻ്റെ നിർണായക സുരക്ഷാ റിപ്പോർട്ട് ബോധപൂർവം പൂഴ്ത്തിവെക്കപ്പെട്ടു. ജമ്മു കാശ്മീരിൽ ശക്തമായ ഒരു കരാറുകാരുടെ ലോബി പ്രമുഖ രാഷ്ട്രീയ കുടുംബങ്ങളുമായും ഹൂറിയത്ത് വിഘടനവാദി നേതാക്കളുമായും ഒത്തുകളിച്ച് കോടിക്കണക്കിന് രൂപയുടെ കേന്ദ്ര സമാധാന പാക്കേജുകൾ തട്ടിയെടുത്തു. ബാരാമുള്ളയിൽ വ്യാജമായ റോഡുകൾ നിർമ്മിച്ചെന്ന് കാണിക്കുകയും പണം വെളുപ്പിക്കുന്നതിനായി സംസ്ഥാന ബാങ്കിനെ ചൂഷണം ചെയ്യുകയും ചെയ്തു. RVS മണി ഈ കണ്ടെത്തലുകൾ 2010 ഒരു വിശദമായ റിപ്പോർട്ടായി സമാഹരിച്ചു. പക്ഷേ ആ റിപ്പോർട്ടും സർക്കാർ പൂഴ്ത്തിവെച്ചു. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റതിന് ശേഷമാണ് ഈ തീവ്രവാദ രാഷ്ട്രീയ ശൃംഖല തകർക്കപ്പെട്ടതെന്ന് മണി ചൂണ്ടിക്കാട്ടുന്നു. കറാച്ചിയിലടിച്ച വ്യാജ ഇന്ത്യൻ കറൻസിക്ക് വെറും കടലാസ് വിലയുള്ളതാക്കി
മോദി സർക്കാർ നടത്തിയ 2016 നോട്ട് നിരോധനം ഒരു ധീരമായ തീരുമാനമായിരുന്നു. തുടർന്ന് ഇങ്ങോട്ട് കാശ്മീരിലെ തീവ്രവാദത്തെ അടിച്ചമർത്തി ഹുറിയത്ത് കോൺഫറൻസിനെ തകർത്തു. ചുവപ്പൻ ഇടനാഴിയിലൂടെ രാജ്യത്തെ വിഘടിപ്പിക്കാൻ ശ്രമിച്ച കമ്മ്യൂണിസ്റ്റ് ഭീകരതയെ എന്നേക്കുമായി ഇല്ലാതാക്കി. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ വിഘടനവാദത്തെ ശക്തമായി പ്രതിരോധിച്ചു. പാകിസ്ഥാൻ പിന്തുണയോടെ നടത്തപ്പെടുന്ന ഖാലിസ്ഥാൻ തീവ്രവാദത്തെ ഫലപ്രദമായി നേരിട്ടു. ഇതൊക്കെ രാഷ്ട്ര സുരക്ഷയിൽ വന്ന നിർണായക മാറ്റമായി RVS മണി അഭിമുഖത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. എന്തായാലും കോൺഗ്രസ് ഗൂഢാലോചന നടത്തി പ്രചരിപ്പിച്ചതാണ് ഹിന്ദു ഭീകരത എന്ന പദം പോലുമെന്ന് വ്യക്തമായിരിക്കുകയാണ്. 2009 വീണ്ടും അധികാരത്തിലേറാൻ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ആസൂത്രണം ചെയ്തെടുത്ത ഒരു ട്രംപ് കാർഡ്. RSSനെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തി BJPക്ക് മേൽ രാഷ്ട്രീയ വിജയം നേടാൻ ആഗ്രഹിച്ച് ചെയ്തെടുത്ത മഹാപാപമായിരുന്നു ഹിന്ദു ഭീകരത എന്ന പദപ്രയോഗം. രാഷ്ട്ര സുരക്ഷയെ ബാധിക്കുന്ന രീതിയിൽ വീണ്ടും UPA സർക്കാർ അധികാരത്തിൽ വന്നു എന്നതിനൊപ്പം മറ്റൊരു ഗുരുതരമായ കാര്യം കൂടി അന്ന് സംഭവിച്ചു. ഹിന്ദു ഭീകരത എന്ന വ്യാജ പ്രചാരണത്തിലൂടെ ഇസ്ലാമിക മത തീവ്രവാദികൾക്ക് അവരുടേതായ രീതിയിൽ കോൺസ്പിരസി തിയറികൾ മെനയാനും കോൺഗ്രസ് സഹായിച്ചു. അങ്ങനെയാണ് മുംബൈ ആക്രമണത്തിന് പിന്നിൽ RSSും മൊസാദുമാണെന്ന് ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും മറ്റ് മതതീവ്രവാദ പ്രസ്ഥാനങ്ങളും പ്രചരിപ്പിച്ചത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ വിജയം സത്യത്തിൽ രാഷ്ട്രത്തിൻ്റെ സുരക്ഷയിലെ ഏറ്റവും നിർണായകമായ ഘട്ടമായിരുന്നു. അന്ന് അങ്ങനെയൊരു വിജയം സാധ്യമായിരുന്നില്ലെങ്കിൽ വിഘടനവാദികളും മതമൗലികവാദികളും കമ്മ്യൂണിസ്റ്റ് ഭീകരരും ഈ നാടിനെ തകർത്തേനെ. ദേശീയ പ്രസ്ഥാനങ്ങളോട് ആഭിമുഖ്യമുള്ള ഒരു സർക്കാർ അധികാരത്തിലേറിയതുകൊണ്ട് മാത്രമാണ് ഈ നാടിനെ ഇല്ലാതാക്കാൻ നടക്കുന്നവർക്കൊരു കനത്ത പ്രഹരമേറ്റത്. തീവ്രവാദത്തിനും കമ്മ്യൂണിസ്റ്റ് ഭീകരതയ്ക്കുമെതിരെ ശക്തമായ നടപടികളാണ് മോദി സർക്കാർ എടുത്തത്. കശ്മീരിലേക്ക് ഭീകരവാദികളെ കടത്തിവിട്ട പാകിസ്ഥാന് സർജിക്കൽ സ്ട്രൈക്കിലൂടെയും ഓപ്പറേഷൻ സിന്ദൂറിലൂടെയും ശക്തമായ മറുപടി നൽകിയ ഇന്ത്യ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ കരുത്തുറ്റ രാഷ്ട്രമായി മാറുകയും ചെയ്തു. നരേന്ദ്രമോദിക്കും RSSനുമൊക്കെ എതിരെ ആരെന്തു പറഞ്ഞാലും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളെന്ന് വെണ്ടയ്ക്ക് നിരത്തുന്ന കവർ സ്റ്റോറികൾ പ്രസിദ്ധീകരിക്കുന്ന മാധ്യമങ്ങൾക്കൊന്നും RVS മണിയുടെ വെളിപ്പെടുത്തലുകൾ വാർത്തയേയല്ല. അന്തിച്ചർച്ചകളും അതിൻ്റെ പേരിലില്ല. പക്ഷേ രാജ്യത്തെ സ്നേഹിക്കുന്നവർ ഇതറിയണം, മനസ്സിലാക്കണം, പ്രചരിപ്പിക്കണം. കേവലം രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി കോൺഗ്രസും ശിങ്കിടികളും എന്താണ് ഈ നാട്ടിൽ ചെയ്തതെന്ന്. ഇല്ലെങ്കിൽ കേണൽ പുരോഹിതും സാധ്വി പ്രജ്ഞയും ഉൾപ്പെടെയുള്ളവർ അനുഭവിച്ച യാതനകൾ വെറുതെയായി പോകും. അതൊന്നും മറക്കാനുള്ളതല്ല, പൊറുക്കാവുന്നതുമല്ല.